അപ്പോൾ നെയ്യാറ്റിൻകര ഇന്ന് ബാലരാമപുരത്തേക്കുള്ള വഴിയിൽ നമ്മൾ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ് ഒരു ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനം. ആ സ്ഥാപനത്തിൽ വന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പ്രത്യേകതയുള്ള വർഷങ്ങൾക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് ടൂർ വന്നിട്ടുണ്ട്. സ്കൂളിൽ ചില ഫാക്ടറികളെ കളിക്കാനൊക്കെ. പിന്നെ കൊല്ലത്തൊരു മീറ്റർ കമ്പനിയുണ്ട്, യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് എന്ന മറ്റുമാണ്, കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ്. ഇത് രണ്ടെണ്ണം അന്ന് ഞാൻ കണ്ട ഓർമ്മയുണ്ട്. അന്ന് ഇവിടെ ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ടായിരുന്നു ധാരാളം. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ അതിൻ്റെ ആ ആളും അനക്കവും ആരും ഒന്നും കാണാനില്ല. എന്തു പറ്റി? ശോഷിച്ചു പോയോ? എല്ലാ വ്യവസായശാലകളെയും പോലെ ഇതും ഇല്ലാതായോ എന്നൊന്ന് അന്വേഷിക്കാനായിട്ട് ഞാൻ ഈ 10 ചേട്ടന്മാർ ചേർന്ന് എൻ്റെ ഫ്രണ്ട് വിധുവിനെയും കണ്ടു. അദ്ദേഹത്തോട് സംസാരിക്കാൻ. നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് ഹൈവേയിൽ കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ് വർഷങ്ങളായിട്ടുള്ളൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസം. പക്ഷേ ഇടയ്ക്ക് എപ്പോഴും ഞാൻ കേട്ടു അത് ഇവിടെ ഓട്ടോറിക്ഷ കേരളത്തിൻ്റെ സ്വന്തം ഓട്ടോറിക്ഷകൾക്ക് പക്ഷേ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ കേട്ട കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ അതിനെക്കുറിച്ച്. ഇപ്പോൾ പക്ഷേ സജീവമായിട്ട് എനിക്കൊന്ന് ഇലക്ട്രിക് ബൈക്കുകളൊക്കെ വരുന്നുണ്ടെന്ന് എൻ്റെ അറിവ് പരിമിതമാണ്. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ചായക്കടയുണ്ട്. പിന്നെ ഒരു സുഹൃത്ത് വിധുവിനെയും കിട്ടും. രണ്ടുപേർക്കും ഈ പ്രദേശത്തെ കാര്യങ്ങൾ ചോദിച്ചറിയാമെന്ന് വിചാരിച്ചു. ചേട്ടാ നമസ്കാരം. എൻ്റെ ഫ്രണ്ടിൽ കുറേ നാളായ ചായക്കട നടന്നു. ഇവിടെ കുറേ നാളായ ചായക്കട നടന്നു. 1 മാസമായോ? അപ്പോൾ ഇവിടെ അല്ല അല്ലേ? തെറ്റ് പറ്റിപ്പോയി. ഇത് നമസ്കാരം. എനിക്ക് ഒരു സ്റ്റൂളിങ് കൊണ്ട് അടുപ്പിച്ചിട്ടിരിക്കുക. കേരള ഓട്ടോമൊബൈൽസിൻ്റെ മുമ്പിൽ ചായക്കട നടത്തുമ്പോൾ വർഷങ്ങളായിട്ട് നടത്തുന്ന ആളായിരിക്കും. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയായിരിക്കും എന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷേ അദ്ദേഹത്തിനെ കിട്ടിയില്ലേ? ഇത് ഇവിടെ വർക്ക് ചെയ്യുന്നല്ലേ? നാട് കടകട ഒറ്റശേഖരം നമ്മൾ പോയ സ്ഥലമാണ്. ഈ കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ് ഇപ്പം എനിക്ക് തോന്നുന്നു എന്നാണ് അണ്ടർടേക്കിംഗ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. എത്ര വർഷമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് ടൂർ ഇവിടെ 1 ഡേ ടൂറിനെ നമ്മുടെ വ്യവസായശാലകളൊക്കെ കാണിക്കാൻ കൊണ്ടുപോകില്ല. അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. കൊല്ലത്തെ മീറ്റർ കമ്പനി ഇവിടെ എല്ലാം കൂടെ ചേർത്ത്. അപ്പോൾ ഈ ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ ഈ ഇതുമായിട്ട് ബന്ധം കുറേ കാലമായിട്ട് ഇവിടെ അറിയാമോ? ഇവിടെ അറിയാം. ഞാൻ 3 വർഷമായിട്ട് പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു. ഇത് നല്ല ആക്റ്റീവാണ്, എപ്പോഴും ആക്റ്റീവാണ്. ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓട്ടോ അതോ ഇലക്ട്രിക് ഓട്ടോ? പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പലതും പൂട്ടിപ്പോയെങ്കിലും ഇതിപ്പോഴും നിലനിൽക്കുന്നു. വലിയ ആശ്വാസമാണ്. ഇത് ഒരു അപവാദമാണ് മറ്റ് വ്യവസായ സംരംഭങ്ങൾക്ക് അല്ലേ? ഇവിടെ ഇത് ഒറ്റ സങ്കേതം തന്നെയുള്ളൂ. ഇതിന് ബ്രാഞ്ചസ് അങ്ങനെ വേറെ ഒന്നുമില്ല. ഇവിടെ തന്നെയാണ് പ്രവർത്തനം. ശരിക്കും ഓട്ടോറിക്ഷകൾ മാത്രമാണോ? ഓട്ടോറിക്ഷയാണ് കൂടുതൽ. കഴിഞ്ഞ 2 വരുമ്പോൾ 1 വർഷത്തിന് മുമ്പേ ഒത്തിരി ഓട്ടോ ഉണ്ടായിരുന്നു. ഇത് പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് നമുക്ക് അകത്ത് കയറി ചോദിക്കലൊന്നും നടക്കത്തില്ല കാര്യങ്ങൾ. അപ്പോൾ ചേട്ടാ ഒന്ന് ഒരു കാര്യം ചോദിക്കും. വാ 2 തുണ്ട് സംസാരിച്ചിട്ട് വാ. നമസ്കാരം. ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്ന ഒരു കാര്യം ചോദിക്കും. എന്താ പേരെന്താ? ശങ്കരരാജൻ. ഞാൻ ശങ്കരാടി എന്നൊക്കെ പറഞ്ഞ സിനിമ കണ്ടത്. ഈ ഓട്ടോമൊബൈൽ ഇതിനടുത്താണ് താമസം അവിടെ. ഇത് ഓട്ടോമൊബൈൽ കമ്പനി പണ്ട് ഉള്ള ഇവരൊക്കെ പണ്ട് തന്നെ അറിയാമല്ലോ. ഇവിടെ വർക്ക് ചെയ്യാത്ത വല്ലതും ഉണ്ടോ? വർക്ക് ചെയ്തിട്ടില്ല. എത്ര വർഷമായിട്ട് ഇതുണ്ട്? 50 വർഷം കഴിഞ്ഞു. ചേട്ടൻ്റെ കുഞ്ഞിലേ ഉണ്ട്. അന്ന് ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അന്ന് ആദ്യം എന്തായിരുന്നു ഇവിടെ പരിപാടി? അന്നൊക്കെ 10,000-2000 അങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം പൊളിഞ്ഞ് എല്ലാം വരും. ശരിക്കും ആട്ട കയറ്റിക്കൊണ്ടിരുന്നതാണ്. 10-50 ആട്ട ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം പോയി. ഇപ്പോൾ പണിയൊന്നും ഇല്ല. ഇപ്പം എന്താ ഉണ്ടാകുന്നു? പിന്നെ ഇപ്പോൾ ആട്ട തന്നെ ഉണ്ടാക്കണം. ഇപ്പോൾ ഇതിൻ്റെ കമ്പനിയാണ് ടൈറ്റാനിക്കിൻ്റെ എന്താ പറയുക. എല്ലാ കാര്യമായിട്ടൊന്നും ഇല്ല. ജോലിക്കാർ കുറവാണ്. ഒരു പുഷ്കര കാലം ഉണ്ടായിരുന്നു പണ്ട്. ആ സമയം എന്ത് പണി? ചേട്ടൻ എന്താ പണി? കേട്ടെ ഒരു കട്ടൻ കുടിക്കും. ചായ അല്ല വാ 2 മിനിറ്റ് സംസാരിച്ചിട്ടോ. ചായ ആഡ് ചെയ്തിട്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ അന്ന് പുരുഷ ജോലിക്കാർ മാത്രമാണോ കൂടുതലുള്ളത്? അതോ സ്ത്രീ ആണുങ്ങൾ മാത്രമാണോ ജോലി ചെയ്തത്? അതോ സ്ത്രീകളും ജോലി? എല്ലാവർക്കും കോഴിക്കോട്ടുള്ളവർക്കാണ് കൂടുതൽ. ഇവിടെ ഉള്ളത് കുറവായിരുന്നു. 10-15 കൂടെ ഉള്ളത്. ബാക്കിയെല്ലാം വടക്കോട്ടുള്ളവർക്ക്. എന്താ അങ്ങനെ?
എല്ലാം കൂടുതലാണ് വടക്കോട്ടുള്ള കംപ്ലീറ്റ്. ഇവിടെ ഉള്ളവർക്ക് പണി കൊടുക്കാൻ ഇവിടെയുള്ളവർ കുറച്ച് പേരുണ്ട്. ഈ നാട്ടുകാർ മോശമല്ല. നാട്ടുകാർ കുറച്ച് പേരുണ്ട്. കുറച്ച് പേര്. അത് കുറച്ച് പേരെന്ന് പറഞ്ഞാൽ വസ്തുക്കൾ കൊടുത്തവർ മാത്രം, അല്ലാതെ വെളിയിലുള്ള ആരും. അപ്പോൾ ഇവിടെ ഈ ഫാക്ടറി പണിയാൻ വേണ്ടി വസ്തു കൊടുത്തവർക്ക് ഇവിടെ ജോലി ബന്ധമുണ്ടായിരുന്നു. അന്ന് ചേട്ടൻ ഇവിടെ ഒരു പണിക്ക് നോക്കാൻ ചെയ്തായിരുന്നു. ഇന്നൊരു പണി കിട്ടുമെന്ന് നോക്കാൻ ചെയ്തായിരുന്നു. നമ്മളിവിടെ ഈ പണിക്കൊക്കെ ഉണ്ടായിരുന്നു. വാനം വെട്ടാനും വീടിൻ്റെ കുടിയെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് JCB ഒന്നും ഇല്ല. അന്നത്തെ JCB നമ്മളൊക്കെ തന്നെയായിരുന്നു. നമ്മൾ തന്നെ വെട്ടുന്നത്. അതിൻ്റെ വെട്ട് കംപ്ലീറ്റ് വാനം വെട്ടും കുടിയെടുക്കണം. ഞാൻ ബാക്കിലോട്ട് പറയാനുണ്ടോ? ബാക്കിലോട്ട് ആ പറയാനുണ്ട്. പിന്നെ അത് കയറി അതൊന്ന് ഇറങ്ങണേ കുറച്ച് സമയം വേണം. ചെറുപ്പത്തിൽ അതിനകത്ത് കയറി നനഞ്ഞിട്ടുണ്ടോ? അതിനകത്ത് കയറി ചെറുപ്പത്തിൽ ഇതിനകത്ത് കയറി ഇറങ്ങിയിട്ടുണ്ടോ? ഇപ്പൊ വല്ല പണിയുണ്ടോ? അപ്പൊ അതിനകത്ത് പകുതിയും കാട് കയറി കിടക്കും. ഇപ്പൊ ശരിക്കും എന്ത് പണിയുണ്ടോ? ഇപ്പൊ ശരിക്കും എന്ത് പണിയുണ്ട് ഇവിടെ? ഈ ഓട്ടോ ഒന്നും പണി ഇലക്ട്രിക് ഓട്ടോ മൊത്തം നേരിട്ട് മേടിച്ചിരിക്കും. ചായ കിട്ടിയോ? ചായ കിട്ടിയോ? ഒരു ചായ വിട്. അങ്ങനെ അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഈ കമ്പനി ഇങ്ങനെ ആയതിൽ വിഷമമുണ്ടോ? ആര് കിട്ടില്ല? ആര് ഇവിടെ ഉള്ളവരാണോ? അതിനകത്തുള്ള ജോലിക്കാർ തട്ടിപ്പിടിച്ചോണ്ട് പോയി. ഒരു 300 MP-മാർ മാറി മാറി വന്നു. കാരണം MP ഒക്കെ പറയുമ്പോൾ ഇത് നല്ലതാണ്, ഇത് നല്ലതാണ്, ഇത് നല്ല ഒരു കുഴപ്പമില്ല, ഇത് വരാൻ പോകും, എവിടെ പോകും, ഒരു മാസം ഇരിക്കില്ല, അതും പോകും. പിന്നെ അടുത്ത MP അതും നല്ലതാണ്, അതും പോകും. പിന്നെ അടുത്ത ഇതും കൊള്ളാം, അങ്ങനെയാണെങ്കിലാണെന്നൊക്കെ പറഞ്ഞു, അതും പോകും. ഇത് തന്നെ സ്ഥിരം ഇവിടെ പറഞ്ഞ എല്ലാം പോകും. ബാക്കിയുടെ ഇടപാടിലാണ് എല്ലാം കണക്കാം. അതത് പാർട്ടിക്കാർ അതത് ആൾക്കാരൊക്കെ യൂണിയൻകാരാണ് ഇവിടെ പ്രശ്നം. യൂണിയൻകാരാണ് ഇവിടെ പ്രശ്നം. നശിപ്പിച്ചെന്താ? വെളിയിലുള്ള യൂണിയൻകാരുടെ ആവശ്യമില്ല. ഇപ്പൊ എന്തായാലും എല്ലാരും കൂടെ നശിപ്പിച്ചു. ഓ അവർക്ക് അപ്പൊ എല്ലാരും കൂടെ നശിപ്പിച്ചെന്നാ പറയുന്നത്. എല്ലാം കോടിക്കണക്കിന് വെട്ടിച്ചോണ്ട് പോയി. എല്ലാം അപ്പൊ ഒട്ടിച്ചോണ്ട് പോയപ്പോ കയറി പിടിക്കാൻ തരും. നാട്ടുകാരുടെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്, എല്ലാം നശിച്ചെന്നാണ് പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? സത്യം പറഞ്ഞാൽ ഇത് ഒരു ബസ് ഉണ്ടായിരുന്നു, ആൾക്കാരെ കൊണ്ടുവിടാനും കൊണ്ടുവരാനും. അപ്പൊ ആ ബസ് ഇല്ല, അതൊക്കെ ഒരുപാട് വർഷത്തിന്റെ ബസ്സെല്ലാം പോയി. ആൾക്കാരെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാം. നേരത്തെ ഒരുപാട് നിർത്താവുണ്ടായിരുന്നു. ആരുമില്ല, ഒന്നുമില്ല, അനക്കമില്ല അല്ലേ? അല്ല പണ്ട് ജോലിക്കാരൊക്കെ ഉള്ള സമയത്ത് വൈകുന്നേരമൊക്കെ ഇവിടെ നല്ല തിരക്കല്ലേ? എങ്ങനെ കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? എന്താ കൃഷി? എന്തൊക്കെ? വെള്ളരിക്കുണ്ട്. വില കിട്ടുന്നുണ്ടോ? ആ ഓണം അല്ല പേര് ശങ്കരാടി എന്തോ? ശങ്കരരാജൻ. തങ്കരാജൻ. ആ ഈ താ കിട്ടുന്നില്ല. പല്ലിടയ്ക്ക് പോയതുകൊണ്ട് തായൊക്കെ ഷായായിട്ട് വരുന്നു. പല്ലൊക്കെ വല്ല ആര് വേണമെങ്കിലോട്ട് കുസ്തി പിടിച്ച് പോയതാണോ പല്ല്? തലയ്ക്കടി കിട്ടോ? എങ്ങനെ? അയ്യോ എവിടെ വെച്ചു? ഇവിടെ ഒന്നും തടിയില്ലായിരുന്നു. പൂവരച്ച്. ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ പോയി എത്രയോ ഫാക്ടറികളുണ്ട് കേരളത്തിൽ. ഒത്തിരി എല്ലാം പോയി, പക്ഷെ ഇതങ്ങനെ നിൽക്കുന്നു.
ഏത് പ്രോഡക്റ്റ് ഇല്ലായെങ്കിലും ഇപ്പോഴും അതിൻ്റെ പ്രൗഢിയൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. പ്രൗഢിയില്ല. ബസ്സൊക്കെ ഉണ്ടായിരുന്നു, അതെനിക്ക് ഓർമ്മ. ഞാൻ വരുന്ന സമയത്ത് 2019 ഇവിടെ 19-20 ആട്ടോ ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ നേരത്തെ ഇട്ടിരിക്കുമല്ലോ. ഇവിടെ നേരത്തെ അല്ലേ? പക്ഷെ ഇപ്പോഴില്ല. അപ്പോൾ മറ്റേ വലിയ വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോകും. ഇത് എനിക്ക് മറ്റ് കേരളത്തിൽ ഓടുന്നതിനേക്കാൾ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണെന്ന് തോന്നുന്നു കയറ്റി കൊണ്ടുകൊണ്ടിരുന്നത്. വൈറ്റും നീലയും കളർ അടിച്ച ഇലക്ട്രിക്കലാണ് ഇപ്പോഴല്ലേ? ആ ഇതുപോലുള്ള എന്തെല്ലാം എത്ര സ്ഥാപനങ്ങൾ പോയി കേരളത്തിൽ. അപ്പോൾ ഏതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ ഇതിനേക്കാളും വളരെ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാൻ. 5 കോടി 10 കോടി കൊടുക്കും. ആര്? സർക്കാർ. ബാക്കി അടിച്ചു മാറ്റി. കുറച്ച് പെയിൻ്റ് അടിക്കും, ബാക്കി അടിച്ചു മാറ്റി. ഇവിടെ കമ്പനിയിൽ വല്ലതും പരിചയമുണ്ടോ? ഓട്ടോമൊബൈൽ കമ്പനി ഇല്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളിത് കണ്ടും കേട്ടുമൊക്കെ ഇങ്ങനെ പോകാം. എന്തായാലും നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുമ്പോൾ ബാലരാമപുരത്തോട്ട് പോകുന്ന വഴിയാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുമ്പോൾ KLൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ പോകണം. കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകണം. ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ്. പഴയ ഒരു കാലം, എല്ലാവരും ജോലിയും സമ്പത്തും ഒക്കെ ഉള്ളൊരു കാലത്തിലേക്ക് പോകട്ടെ. ഓണക്കാലമാണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ സമ്പത്തുള്ള പോലെയൊക്കെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കടുത്ത സ്ഥലത്തേക്ക് പോകാം.